വൈറ്റും എല്ലാം നമ്മൾ വ്യത്യാസം തന്നെ ശരിക്കും. ഇവിടെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് വെക്കാനുള്ളത്. ചിലവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു എടുത്ത് വെക്കാം. അപ്പൊ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇത് ബോഡിയിലേക്ക് എർത്തിന് വേണ്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ യാതൊരു വയറും കട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, ഇഗ്നീഷനെ പോലും നമ്മൾ വയർ കട്ട് ചെയ്തിട്ടില്ല. കണ്ടല്ലേ, 2 ഫോഗലാൻ പോകണല്ലേ, പക്കയായിട്ട് അടിപൊളിയല്ലേ. ഹലോ ഗൈസ്, മോട്ടോ ജെൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ഫോഗ് ലൈറ്റ് പിടിപ്പിക്കുകയാണ്, LED ഫോഗ് ലൈറ്റ്. അപ്പൊ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോണേ. ഇത് ശരിക്കും ഒരു മോഡിഫിക്കേഷൻ, എക്സ്ട്രാ മോഡിഫിക്കേഷൻ ആണ്. നമ്മൾ എന്തായാലും വണ്ടിയിൽ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണേ. അതുകൊണ്ട് എല്ലാവർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാത്രം ഉപയോഗിക്കുക. കാരണം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും MVDയും പോലീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. അപ്പൊ ഞങ്ങളിത് ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ തീരെ വെളിച്ചം കുറവുള്ള വണ്ടിക്ക്, പിന്നെ ഉപയോഗിക്കുന്നവർക്ക്, ലോങ് റൈഡ് ഒക്കെ പോകുന്നവർക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങളുണ്ട് അത്യാവശ്യമാണ്. കാരണം വെളുപ്പിനൊക്കെ പോകുമ്പോഴും കാര്യങ്ങൾ റോഡൊന്നും കാണാൻ വരില്ല, മഞ്ഞും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് റോഡൊന്നും കാണാതെ വരും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഫോഗ് ലാമ്പൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ വെള്ള ലൈറ്റിനേക്കാളും കൂടുതൽ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന യെല്ലോ കളർ ലൈറ്റ് ആണ്. അതാണ് നമ്മൾ ഇന്ന് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഇനി വേണ്ടത് നോക്കാല്ലേ. അപ്പൊ നമുക്ക് എന്നൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതിനനുസരിച്ച് പറഞ്ഞേക്കാല്ലേ. നമ്മുടെ ഫോഗ് ലാമ്പ് HJG എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അല്ലേ. നമുക്കിപ്പോൾ 250 രൂപ തൊട്ട് 2000 മേളിൽ റേറ്റ് വരെയുള്ള ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ നല്ല ക്വാളിറ്റി എല്ലാം മേടിക്കുക. കാരണം വെള്ളം കാര്യങ്ങളൊക്കെ കയറി LED അടിച്ചു പോകാതിരിക്കാൻ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചാളും കൂടെ യൂസ് ചെയ്യാം. ഇതുണ്ടല്ലോ, ഇതിപ്പോ യെല്ലോ കളർ അല്ല നമ്മൾ മേടിച്ചേക്കണേ. ഈ വൈറ്റും എല്ലാം നമ്മൾ വ്യത്യാസം തന്നെ ശരിക്കും. ഇത് വൈറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഈ യെല്ലോ കളർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കുറച്ചുകൂടി വെളിച്ചം കിട്ടാൻ എന്ന് പറഞ്ഞാൽ മഞ്ഞിനെ തുളച്ച് വെട്ടം കാണാൻ പറ്റും എന്നാണ് പറയണേ. യെല്ലോ വൈറ്റ് ആകുമ്പോൾ മഞ്ഞിന്റെ തട്ടി നിൽക്കുള്ളൂ, വെളിച്ചം കുറവായിരിക്കും. നമ്മുടെ ഹെഡ്ലൈറ്റും സാധാ തന്നെയാണ്. അപ്പൊ മഞ്ഞായിരിക്കും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നല്ലടാ. പിന്നെ പുതിയ ഫോഗ് ലാമ്പിലൊക്കെ ഈ മഞ്ഞയും വെള്ളം മാറ്റാൻ പറ്റുന്ന സംഭവമൊക്കെ ഇല്ലേ. പുതിയൊരു അതിന് 2000 രൂപ റേറ്റ് ഉണ്ട്. അതിന്റെ ഈ ഫിലിം മാറ്റി വെക്കാൻ പറ്റും നമുക്ക് അല്ലേ. ഇല്ല, നമുക്കൊരു വെള്ള ഫോഗ് ലാമ്പ് എടുത്താൽ അത്തേക്ക് ഈ ഒരു ഇതിന്റെ കൂളിംഗ് ഫിലിം, യെല്ലോ കളർ കൂളിംഗ് ഫിലിം ഒട്ടിച്ചാൽ മതി. എന്നിട്ട് യെല്ലോ ആകും സംഭവം ശരിക്കും ലൈറ്റ്. അപ്പം എപ്പോഴും യൂസ് ചെയ്യണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ആൾക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമ്മള് എന്നൊക്കെ വേണ്ടേ, നമുക്കൊരു 3 മീറ്റർ വയർ നമ്മൾ മേടിച്ചിട്ടുണ്ട്, എക്സ്ട്രാ വയറല്ലേ. പിന്നെ ഒരു സ്വിച്ച് മേടിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇതെന്താണ്, ഹീറ്റ് സ്ലീവ് അല്ലേ നമുക്ക് ഈ വയർ കയറ്റി വിടാനായിട്ടുള്ള. കിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഷോർട്ട് ആവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് യൂസ് ചെയ്താൽ പോരാ. ഇൻസുലേഷൻ അതിനൊക്കെ ആ റേറ്റിന്റെ താഴെ ഉള്ളൂ, ഇതിന് അത് വലിയ പൈസയൊന്നുമില്ല. പിന്നെ എന്താണ് ഇത്, സ്വിച്ച് അല്ലടാ, ഒരു 60 രൂപ വിലയുള്ളൂ ഇതിന്. ഒരു സ്വിച്ചും ഉണ്ടല്ലേ. സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്കതൊന്ന് ഇറത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയ 2 എന്താണ് വൈ കണക്ടർ എന്നല്ല പറയാം, വൈ കണക്ടർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ള ഏകദേശം. പിന്നെ അതിനായിട്ടും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ സംഭവം ഇത് ടൈറ്റ് ചെയ്യാൻ എന്തൊക്കെ സ്പാനറാണ് വേണ്ട. ഇത് നമുക്കൊരു 12ന്റെ സാധാ സ്പാനർ മതി, 2 അതുകൊണ്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്തൊക്കെ പിടിപ്പിക്കാം, ടൈറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. പിന്നെ എല്ലാവരും ഈ ഒരു ബോൾട്ട് മാറ്റിയിട്ട് റബ്ബറുള്ള ബോൾട്ട് ഇട്ടാൽ മതി. റബ്ബറിന്റെ ഇത് വരുന്ന ബുഷ് വരുന്നുണ്ട്. അതിടുവാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടൊക്കെ ചാടിപ്പോയിരിക്കും. ലൂസായി പോകും, ലോക്കുള്ള സംഭവം. അപ്പൊ നമ്മൾ വണ്ടിയുടെ ഏത് ഭാഗത്താണ് ഫിറ്റ് ചെയ്യാൻ പോണേ. നമ്മളിപ്പോ ഈ ക്രാഷ് കടയിലേക്ക് സ്വന്തം ഒരു 2 ക്ലാമ്പ് വെൽഡ് ചെയ്തേക്ക് വേണം. ഉണ്ടല്ലേ, ഈ ഒരു എൽക്ലാമ്പ് പോലത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെൽഡ് വെച്ച് വെച്ചേക്കാണ്. ഇതിപ്പോ ക്രാഷ് കാർഡൊക്കെ നിങ്ങളുടെ എങ്ങനെ ഏത് രീതിയിലായിരിക്കുന്നത് ആ രീതിയിലാണ് വെൽഡ് ചെയ്യാവുള്ളൂ. കണ്ടില്ല, നമ്മൾ രണ്ടിടത്തും വെച്ചിട്ടുണ്ടല്ലേ. രണ്ടിടത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ലൈറ്റായിട്ട് പിടിപ്പിക്കാൻ പോകുന്ന വണ്ടിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു സ്ക്രൂ കയറാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരിട്ട് കയറി അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ബോൾട്ട് തിരിച്ചു വെച്ച് ഇവിടെ വെൽഡ് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും മതി. അപ്പൊ ബോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് വെക്കാനുള്ളത്. ചിലവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു എടുത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രാഷ് കാർഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ ഷേപ്പിന്റെ ആണ് നമ്മൾ ഈ മോളി വെച്ചാണ്. ഇപ്പൊ ബുള്ളറ്റിനൊക്കെ വരുവാണെങ്കിൽ ഇതുപോലത്തെ സൈഡിൽ ഇവിടുന്ന് ഒരു ക്രോസ് കമ്പി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതുപോലെ ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പൊ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എൽക്ലാമ്പ് വെൽഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ നട്ട് ഇത്തലേക്ക് വെൽഡ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഒരു ഹോൾ ഇടാം അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെയൊന്ന് പിടിപ്പിക്കുന്ന കാണിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിലേക്ക് ഇതുപോലെ നമുക്ക് ഈ സാധനത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന്റെ ഗുണം എന്താണ്, ഈ തോണി പോലെ ഒരു സംഭവം. ഇത് നമുക്കാണെങ്കിൽ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റോട്ടിൽ നിന്ന് മറ്റേ കറക്റ്റ് റോട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ വണ്ടിയിൽ അടിക്കായിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താത്തും പൊക്കൊക്കെ ചെയ്യാം. കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് എപ്പോൾ ആണ് ലൂസ് ചെയ്ത് കണ്ടില്ലേ, ഞാൻ ഇത് പിടിക്കാം. എപ്പോൾ ആണ് നമുക്ക് ലൂസ് ചെയ്ത് ലൈറ്റിന്റെ കണ്ടില്ലേ പൊസിഷൻ മാറ്റാം അല്ലടാ. വെട്ടം മുകളിലേക്കോ താഴത്തേക്കോ അങ്ങോട്ടുള്ള കറക്റ്റ് റോട്ടിലേക്ക് വെച്ചാൽ മതി. എപ്പോഴും ആരും വണ്ടിയിലേക്ക് വണ്ടിയുടെ ഒത്തിരി കണ്ണിലേക്ക് അടിക്കാത്ത രീതിയിൽ. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ പിടിപ്പിക്കാം. ഇതിന്റെ കൂടെ തന്നെ ലൈറ്റും മറ്റേ ക്ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്നാ വില ഉണ്ടാവുന്നത് ഈ സാധനത്തിന്? ഈ ഇതിന് ഒരു 400 രൂപ റേറ്റ് എടുത്ത് വന്നില്ല നമുക്ക്. 450 അങ്ങനെ കണ്ടെന്ന് ഓർത്ത് ഒരു പീസ്. നമ്മൾ കടയിൽ നിന്ന് കേട്ടോ മേടിച്ചേ, ആക്സസറീസ് കടയിൽ നിന്നാണ് മേടിച്ചേ. ഒരു ക്ലാമ്പ് നമുക്ക് കിട്ടുക. ക്ലാമ്പിന്റെ ഇതിലേക്ക് ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ്, അതിലേക്ക് കയറ്റി വെച്ചിട്ട്
ഈ രണ്ട് വശത്തുനിന്ന് ഈ ഒരു സ്ക്രൂ നമ്മൾ കയറ്റി വിടുക അല്ലടാ. ഈ ഒരു സ്ക്രൂ രണ്ട് വശത്തു നിന്നും കയറ്റിയിട്ട് ഇവിടെ നട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ടായിൽ നിന്ന് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കരുത്, നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പൊസിഷൻ നോക്കിയിട്ട് അവസാനം ടൈറ്റ് ചെയ്താൽ മതി. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ അകത്തൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ എൽക്കി ക്ലാമ്പ് ഉണ്ട്, ക്ലാമ്പല്ല ഒരു ബോൾട്ട് ഉണ്ട്. അത് ഇറക്കിയിട്ടിട്ട് ഫോഗ് ലാമ്പിന്റെ ഇതുണ്ടല്ലോ, ഇതിനകത്തൊരു നട്ട് വന്നിട്ടുണ്ട്. ആ ഒരു നട്ട് കയറ്റിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുവാണ്. ഈ ഒരു സംഭവം അവസാനം നമുക്ക് ടൈറ്റ് ചെയ്താൽ പോരടാ, കാരണം ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സൈഡിലോട്ട് കുറച്ചും കൂടെ ഇതിപ്പോൾ ആ ബോഡിയിലേക്ക് തട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് ഇച്ചിരി മാറ്റി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെ സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫോഗെല്ലാം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിടിപ്പിക്കണ്ടേ? അപ്പം നമുക്ക് ഇനി ഇതൊന്ന് വണ്ടിയിലേക്ക് പിടിപ്പിക്കാം അല്ലേ. ഈ ഒരു ക്ലാമ്പിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. ഈ ഒരു ബോൾട്ട് ഈ ഉള്ളതോടെ ഇറക്കിയിട്ടിട്ട് നേരെ താഴോട്ട് തന്നെ കൊടുക്കുക, എന്നിട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുക അല്ലേ. ഇത് ഫുള്ളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ. അവസാനം അഡ്ജസ്റ്റർ മാത്രം അവസാനം നോക്കിയിട്ട് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി, ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് വശത്ത് ഓരോ സ്പാനർ കയറ്റിയിട്ടിട്ട് അത് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്തേക്കാം. ഉണ്ടല്ലോ, ഇതിപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഉണ്ടോ? ഇത് നമുക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടമൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അങ്ങ് പൊസിഷൻ നോക്കിയിട്ട് ടൈറ്റ് ചെയ്താൽ മതി. നമുക്ക് അപ്പുറത്തും കൂടി പിടിപ്പിച്ചേക്കാം. അപ്പം നമ്മൾ ഈ ഒരു സൈഡിലും ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാമല്ലോടാ. ഇവിടെ തന്നെ ചെയ്യാൻ പോണേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട് വയർ കട്ട് ചെയ്ത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് വയർ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പം നമ്മൾ ബോഡിയിലേക്ക് ഇറത്ത് കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഇറത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു വൈ കണക്ടർ അതിലേക്ക് നമ്മൾ കയറ്റി പിടിപ്പിച്ചിട്ട് ഈ ഒരു നട്ടയിലേക്കല്ല നമ്മൾ കൊടുക്കണേ. ഈ ഒരു നട്ടയിലേക്ക് നമ്മൾ ആ ബ്ലാക്ക് ഇത് ബോഡിയിലേക്ക് ഇറത്തിന് വേണ്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു റെഡ് വയർ ഒരു മാത്രമല്ലേ മിച്ചമുള്ളൂ നമുക്ക്. ഇപ്പം രണ്ട് വശത്ത് ഇതുപോലെ തന്നെ ചെയ്യണല്ലേ? രണ്ട് വശത്തും ചെയ്യണം. രണ്ട് വശത്തും നമ്മൾ ഇതുപോലെ തന്നെയാണ് ബോഡിയിലേക്ക് ഇറത്ത് കൊടുക്കുകയാണ് ചെയ്യണം, ഒറ്റയ്ക്കല്ല. ഉണ്ടല്ലേ, ഈ ഒരു വയർ നമ്മൾ അത്തലേക്ക് വൈ കണക്ടറിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നേരെ ഈ നട്ടയിലേക്ക് ഇറത്ത് കൊടുക്കുമല്ലേ. അപ്പം നമ്മൾ ആ ഒരു നട്ടയിലേക്ക് തന്നെ ആ ഒരു വയർ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് വയർ, എർത്തിൻ്റെ വയറാണ്. ഇനി അതേപോലെ ടൈറ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു റെഡ് വയർ മിച്ചമുള്ളൂ. ഈ ഒരു വയർ പോസിറ്റീവിൻ്റെ ആണ്. ഇതാണ് നമ്മൾ ഇഗ്നീഷനിലേക്ക് കൊടുക്കണം അല്ലടാ. ഇഗ്നീഷനിലേക്കും പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷൻ തന്നെ. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, എർത്തിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേവിടെ തന്നെ അപ്പുറത്ത് എർത്തിൻ്റെ വയറത്തിൽ കൊടുക്കണ്ടേ? ബോഡിയിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ഒരു വയറും നമുക്ക് നമ്മളിച്ചിരി നീളം കുറയ്ക്കുന്നുണ്ട്. നീളം കുറച്ചിട്ട് ആവശ്യമില്ല. കറുത്ത ഇവിടുന്ന് കട്ട് ചെയ്യുമല്ലേ. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ കറുത്ത വയർ നമ്മൾ ഈ നട്ടയിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നെ രണ്ടെണ്ണത്തിൻ്റെയും റെഡ് വയർ, അതായത് പോസിറ്റീവ് വയർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ട് എടുക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഇതും കൂടി ചെയ്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടല്ലോ. നെഗറ്റീവ് നേരെ ബോഡിയിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, എർത്തിന് വേണ്ടി. എർത്തിന് ഇത്തലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് കൂടെ കൂടി നമ്മൾ ഒരു ഒറ്റ കണക്ഷൻ ആക്കുക അല്ലേ. അപ്പോൾ ഒരു വയർ നമ്മൾ ഇതുണ്ടല്ലേ, ഈ പോസിറ്റീവ് നിന്ന് കൊടുത്ത് നേരെ ആ ഒരു പോസിറ്റീവിലേക്ക് കൊടുക്കുക അല്ലേ. അതേന്ന് പിന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഒരൊറ്റ വയർ നേരെ സ്വിച്ചിലേക്ക് പോകും. അപ്പം നമുക്ക് ഇനി ഈ ഒരു വയർ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ഇത്തലേക്ക് കൊടുക്കുവാണ്. അപ്പം നമ്മൾ കിറ്റിനകത്തോടെ അല്ല എടുക്കണേ. കിറ്റിന്റെ അകത്തോടെ, അതായത് പുറത്ത് മുകളിക്കൂടെ, ഈ ഒരു മുകളിക്കൂടെ കയറ്റി നമ്മൾ എടുക്കണേ, അതായത് പുറത്തൊന്നും കാണാത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു വയറിൽ നിന്ന് നേരെ സ്വിച്ചിലേക്ക് ഒരൊറ്റ ലൈൻ പോകാം. അപ്പം നമ്മൾ ഹീറ്റ് സ്ലീവിനകത്ത് കയറിയിട്ടുണ്ടല്ലേ. ഇനി ഇതുപോലെ ഹീറ്റ് സ്ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, കാരണം ഇതുപോലെ ബോഡി പാർട്സിനകത്തോടൊക്കെ പോകുമ്പോൾ കട്ടാവാൻ ചാൻസ് ഉണ്ട്, വയറൊക്കെ ഷോർട്ടാവും. അപ്പോൾ ഇതുപോലെ ഹീറ്റ് സ്ലീവിനകത്ത് കയറ്റിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമെന്നുണ്ടോ. ഹീറ്റ് സ്ലീവിന് മീറ്ററിന് 10 രൂപയ്ക്ക് വിലയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറച്ച് ഭാരം സേഫ്റ്റിയാണിത്. സേഫ്റ്റിയാണ്. അതെ, ഇതിങ്ങനെ ഫുള്ളായിട്ട് ഹീറ്റ് ചെയ്താൽ മാത്രം മതി.
അതിൻ്റെ ഈ ഒരു ബോഡിക്കകത്തോടെ നമ്മൾ ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിൽ വയർ കാര്യങ്ങളൊക്കെ കയറ്റിയെടുക്കുവാണ്. ഈ കണക്ഷൻ നേരെ ഇതിലേക്ക് ജോയിൻ ചെയ്യും. അതായത് രണ്ട് പോസിറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യുക അല്ലേ. എന്നിട്ട് ഈ ഒരു ചെറിയ വയർ വെച്ച് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് സ്വിച്ചിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കണക്ഷൻ ആദ്യം തന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. രണ്ട് ജോയിൻ ചെയ്തു. ഇത്തുന്ന ഒരു വയർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടും ഒന്നാക്കിയിട്ട് ഇത്തുന്ന ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ മുകളിലോട്ട് എടുക്കുവാണ്. ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ആ വയറാണ് ഈ ഇരിക്കുന്നത്. ഈ ഒരു വയർ ഈ ഒരു കാണുന്ന വയറല്ലേ. ഇപ്പോൾ നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി കണക്ഷൻ കൊടുക്കണം. സ്വിച്ച് ഇതുപോലെ രണ്ട് നട്ട് ലൂസ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഇടാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തല്ലടാ. നമുക്ക് ഇവിടെ കൊടുത്താൽ പോരാ. ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം നല്ലത്. ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് ഇതിൻ്റെ രണ്ട് വയറുണ്ട് കേട്ടോ. ഒരു വയർ ഇഗ്നീഷനിലോട്ടും പോവും, ഒരു വയർ അതിൻ്റെ പോസിറ്റീവിലേക്ക് താഴത്ത് നമ്മൾ വലിച്ചെടുത്തേക്കുന്ന ആ ഒരു ബൾബിൻ്റെ പോസിറ്റീവ് ലൈനിലോട്ടാണ് പോണേ. ഇത് വേണം നമുക്ക് ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ബാറ്ററിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് നല്ല രീതിക്ക് വലിക്കുകയും ചെയ്യും. പിന്നെ കട്ട് ചെയ്യാനൊക്കെ ബാറ്ററി ആകാൻ പോകുക ചെയ്യും. നേരെ അങ്ങനെ കൊടുത്താൽ ഇതിപ്പോൾ ഇഗ്നീഷൻ ഓണാക്കി മാത്രമാണ് ഇതിലേക്ക് കറണ്ട് വരുള്ളൂ. നമ്മുടെ താഴെ നിന്ന് നിൽക്കുന്ന ആ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കണം. മിച്ച ഒരു ലൈൻ കൂടെ ഉണ്ടല്ലേ. അത് നമ്മൾ ഇഗ്നീഷനിലേക്ക് നേരെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ഈ ഒരു കാണുന്ന റെഡ് തലേക്കാണ് കൊടുക്കണേ. അപ്പോൾ താഴത്തു നിന്നുള്ള പോസിറ്റീവ് ലൈനിലേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടില്ലേ. ഇപ്പോൾ കണക്ട് ചെയ്യും. ഇത് നമ്മൾ ഹീറ്റ്സിൽ വെച്ച് എല്ലാം നല്ല പക്കയായിട്ടല്ലേ ചെയ്യണേ. ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം ചെയ്യണോണ്ട് സൈഡിലും തട്ടി പോവും. ഈ വയറിന്റെ ആ ഔട്ടർ കട്ടായി കട്ടായി പോവില്ല. അപ്പൊ നമുക്കിനി ആ മിച്ചം വന്നേക്കണ ആ ഒരു ലൈൻ നേരെ ഇഗ്നീഷന്റെ തലേക്കല്ലേ. ഇഗ്നീഷൻ നമ്മൾ ഊരിയിട്ടേക്കാണ്. ഊരിയിട്ടേക്കുന്ന പ്ലഗിനകത്ത് കയറ്റി വെച്ചിട്ട് ടൈറ്റ് പോരാടാ. കയറ്റി വെച്ച് കുത്തിയാൽ പോരെ. വയർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വയർ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഊരിയിട്ടേക്കാണ്. ഈ ഒരു ഇഗ്നീഷന്റെ ആ ഒരു ഫുൾ ടൈം ഓൺ ആയിരിക്കുന്ന ലൈനല്ല, കറണ്ട് ആക്കോൽ ഓൺ ഓഫ് ആക്കുന്ന ലൈന്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളൊന്ന് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നീഷന്റെ വേറെ ഇപ്പുറത്തേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പുറത്തേക്ക് മാറ്റി കുത്തി നോക്കിയാൽ അറിയാം. ആ തലക്ക് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് ആ പ്ലഗ് നമ്മൾ പഴയവിടെ തന്നെ വെക്കുന്നുള്ളൂ. അപ്പൊ ഏറ്റവും അവസാനം വന്ന ആ ഒരു വയറാണ് നമ്മൾ ഇഗ്നീഷനകത്തേക്ക് കൊടുക്കണം അല്ലേ. സ്വിച്ചിൽ നിന്ന് വന്ന വയർ. ആ പോസിറ്റീവ് രണ്ട് നമ്മളെ പോസിറ്റീവിന്റെ ആ താഴെ നിന്ന് റെഡ് ലൈൻ ആണ് നമ്മൾ ഈ സ്വിച്ചിന്റെ ഒരു ലൈനിലേക്ക് കൊടുക്കുന്നത്. ഒരെണ്ണം നമ്മൾ ഇഗ്നീഷനിലേക്ക് കൊടുക്കണം, അവസാനത്തെ ലൈൻ. അപ്പോൾ നമുക്ക് വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വയറിംഗ് കിറ്റിലേക്കൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഡയറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഒരു വയർ നമ്മൾ കട്ട് ചെയ്തില്ല ഇതുവരെയായിട്ട്. ഒന്നും വയറിംഗ് കിറ്റിന്റെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിംഗിന്റെ കംപ്ലീറ്റ് തീരുവാണ് അല്ലേ. പിന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പക്ക വർക്കിംഗ് ആണ്. അവസാനമായിട്ടുള്ള ആ ലൈൻ കാണിച്ചു എന്താ കാണിച്ചു. ഇത് ഇഗ്നീഷൻ ലൈനിലേക്ക് നമ്മൾ ജസ്റ്റ് പ്ലഗ് ഊരിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, കട്ടും ചെയ്തിട്ടില്ല. ഇപ്പം സംഭവം സെറ്റ് അല്ലേ. ഓണാക്കി കാണിച്ചു കൊടുത്തേ. കണ്ടല്ലേ, രണ്ട് ഫോഗലാൻ പോണേയില്ല, പക്കയായിട്ട് അടിപൊളിയല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ നോക്കിയിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പറയാം. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് അത് ചെയ്യാനുള്ളൂ. ഇപ്പൊ ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ഒരു പൊസിഷൻ എങ്ങനെ ഇതുണ്ടല്ലേ, വെട്ടം റോട്ടിലോട്ട് കൃത്യമായിട്ട് കിട്ടുന്ന രീതിക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടല്ലേ. സംഭവത്തിലുള്ള നമുക്ക് സ്വിച്ച് ഓൺ ആക്കി ഇവിടെ ഓഫ് ഓൺ ആക്കാനായിട്ട് ഇവിടെ സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് പവർ സപ്ലൈ ഒരിക്കലും കാണാമല്ലടാ. എപ്പോൾ വേണമെങ്കിലും പവർ കട്ട് ചെയ്യാൻ ഓഫും ചെയ്യാൻ പറ്റും. ബാറ്ററി ഒരു കംപ്ലൈന്റ് വരത്തില്ല. നമ്മൾ യാതൊരു വയറും കട്ട് ചെയ്തിട്ടില്ല അല്ലേ. ഇല്ല, ഇഗ്നീഷനെ പോലും നമ്മൾ വയർ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫോഗലാം ഫിറ്റിംഗ് പരിപാടിയെല്ലാം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഫോഗലാം ഫിറ്റിംഗ് നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വയറിംഗിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഒരു ഫോഗ് ലാമ്പ് പിടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ വണ്ടി സംബന്ധമായ എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടിയിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു തീപ്പൊരി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.